ഹായ് നമസ്കാരം. ഈസി ടിപ്സ് ഫോർ PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തൊഴിൽ രീതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മലയാളം പരിഭാഷയിൽ നിന്നുമാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിനകത്തെ ഓരോ പോയിൻറ്സും മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നുമാണ് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിൻറ്സാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മലയാളം മാത്രമല്ല, മറ്റ് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിനകത്ത് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഈ തൊഴിൽ വീതിയിലും തൊഴിൽ വാർത്തയിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എന്തായാലും നിങ്ങൾക്കൊരു നല്ലൊരു റാങ്കിലേക്ക് എത്താൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും വായിക്കാൻ അല്ലെങ്കിൽ വായിച്ചെടുക്കാനുള്ള സമയം കിട്ടാത്തവർക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സൊക്കെ വളരെ എഫക്റ്റീവ് ആകും. വളരെ എഫക്റ്റീവായിട്ടുള്ള റിവിഷനായിട്ട് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകുക. ഓക്കെ, ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ പോയിന്റ്, സൈലൻസ് ഈസ് ഗോൾഡ്. സൈലൻസ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ മൗനം വിദ്വാനുഭൂഷണം. സൈലൻസ് എന്ന് വെച്ചാൽ മൗനം അല്ലേ. സൈലൻസ് ഈസ് ഗോൾഡ്, മൗനം വിദ്വാനുഭൂഷണം. ഓക്കെ. ക്വിക്ക് ബിലീവേഴ്സ് നീഡ് ബ്രോഡ് ഷോൾഡേഴ്സ്. ക്വിക്ക് ബിലീവേഴ്സ് നീഡ് ബ്രോഡ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കുന്നവൻ കബളിപ്പിക്കപ്പെടും. ഇതിനകത്ത് ക്വിക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന്, ബിലീവേഴ്സ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവൾ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഈ പെട്ടെന്ന് വിശ്വസിക്കുന്നവർ, എന്ത് കാര്യം ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപടി അങ്ങോട്ട് വിശ്വസിക്കുന്നവർ എന്താണ്, തീർച്ചയായും കബളിപ്പിക്കപ്പെടും. ഓക്കെ, ഇതിൽ തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അല്ലേ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വൺ നെയിൽസ് ഡ്രൈവ് അനദർ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക. വൺ നെയിൽസ്, നെയിൽസ് എന്ന് വെച്ചാൽ നഖം അല്ലേ. വൺ നെയിൽസ് ഡ്രൈവ് അനദർ. മുള്ളിനെ എടുക്കുന്നത് നമ്മൾ നെയിൽസ് കൊണ്ടല്ലേ, അങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആൻസർ വരുന്നില്ലേ. വൺ നെയിൽസ് ഡ്രൈവ് അനദർ എന്ന് വെച്ചാൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക. ഓക്കെ. ലിവിങ് ഡെത്ത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ്. ലിവിങ് ഡെത്ത് എന്ന് വെച്ചാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവിങ് എന്ന് വെച്ചാൽ എന്താണ്, ജീവിച്ചിരിക്കുക. പിന്നെയോ ഡെത്ത് എന്ന് വെച്ചാൽ ചത്തത്. അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ്, ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളിക്കുപ്പേരി, പകരത്തിന് പകരം എന്നൊക്കെ പറയാം കേട്ടോ. ടിറ്റ് ഫോർ ടാറ്റ്, ഒരാൾക്ക് നമ്മൾ ടാറ്റ് കൊടുക്കുമ്പോൾ പകരം അയാൾ നമുക്ക് എന്താ തരിക, ടാറ്റ് അല്ലേ. അങ്ങനെ ആലോചിക്കുക. ടാറ്റ് എന്ന് വെച്ചാൽ TAT, ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് വെച്ചാൽ പകരത്തിന് പകരം. പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. മേക്ക് ഹേ വൈൽ സൺഷൈൻസ്, എന്താണ്, കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതാണ് കേട്ടോ. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്ന് പറയും. മേക്ക് ഹേ വെയിൽ സൺഷൈൻസ് എന്ന് വെച്ചാൽ കാറ്റുള്ളപ്പോൾ പാറ്റുക. ഓക്കെ. ആൾ ദ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന് വെച്ചാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല. ആൾ ദ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്, എന്താണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആൻസർ നമുക്ക് വരും അല്ലേ. ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ആൾ ദ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന് പറയുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓക്കെ. നെക്സ്റ്റ്, മേനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ എന്ന് പറഞ്ഞാൽ പലതുള്ളി പെരുവെള്ളം. മേനി എ ലിറ്റിൽ മേക്ക് എ മിക്കിൾ, പലതുള്ളി പെരുവെള്ളം. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡഗ്, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയില്ലേ. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡഗ്, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയാം. മൈറ്റ് ഈസ് റൈറ്റ് എന്ന് വെച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, പയ്യെ തിന്നാൽ പനയും തിന്നാം. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. നെക്സ്റ്റും അതേ തന്നെയാണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കാം, കായ്ക്കും. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറഞ്ഞാൽ എന്താണ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കാം. ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്, അധികമായാൽ എന്താണ്, അമൃതവും വിഷമാണ്. ടു മച്ച്. ഓക്കെ. ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ആൻസർ. അധികമായാൽ അമൃതവും വിഷം. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്ന് വെച്ചാൽ പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിൻ്റെ പിന്നാലെ പോകരുത് എന്ന് പറയുന്നതാണ് കേട്ടോ. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്, പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിൻ്റെ പിന്നാലെ പോകരുത്. മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് വെച്ചാൽ ആകാശക്കോട്ട കെട്ടുക. മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് വെച്ചാൽ ആകാശക്കോട്ട കെട്ടുക. നെക്സ്റ്റ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
എന്ന് വെച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് വെച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. കുരയ്ക്കും പട്ടി കടിക്കില്ല. ബാർക്കിംഗ് ഡോഗ് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് വെച്ചാൽ കുരയ്ക്കും പട്ടി കടിക്കില്ല. വെൻ ഇൻ റോം ഡു ആസ് ദ റൊമാൻസ് ഡു എന്ന് വെച്ചാൽ ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണം എന്ന് പറയും. വെൻ ഇൻ റോം ഡു ആസ് ദ റൊമാൻസ് ഡു. ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണം. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്സ് ദംസെൽസ്. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്സ് ദംസെൽസ്. താൻ പാതി ദൈവം പാതി. എ ക്രോ ഈസ് നെവർ ദ വൈറ്റർ ഫോർ വാഷിംഗ് ഹെർസെൽഫ്. എന്താണ്? എ ക്രോ ഈസ് നെവർ ദ വൈറ്റർ ഫോർ വാഷിംഗ് ഹെർസെൽഫ് എന്ന് വെച്ചാൽ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നാണ് കേട്ടോ. എ ക്രോ ഈസ് നെവർ ദ വൈറ്റർ ഫോർ വാഷിംഗ് ഹെർസെൽഫ്. കാക്ക കുളിച്ചാൽ കൊക്കാവില്ല. അടുത്തത് എന്താണെന്ന് നോക്കാം. എ ഗുഡ് കമ്പാനിയൻ ഷോർട്ട്നസ് ദ ലാർജസ്റ്റ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കൂട്ടുകാരൻ പാതയുടെ നീളം കുറയ്ക്കുന്നു എന്നാണ് കേട്ടോ. അതായത് നല്ല ഗുഡ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള എയിമിലെത്താൻ പെട്ടെന്ന് സാധിക്കും, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കും എന്നതാണ് കേട്ടോ. എ ഗുഡ് കമ്പാനിയൻ ഷോർട്ട്നസ് ദ ലാർജസ്റ്റ് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകാരൻ പാതയുടെ നീളം കുറയ്ക്കുന്നു. നെക്സ്റ്റ്, എ ഫുൾ പേഴ്സ് നെവർ ലാക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ മടിശീല സുഹൃത്തുക്കളെ കുറയ്ക്കുന്നില്ല എന്നത് അല്ലേ. ധാരാളം ദൂർത്തടിക്കാൻ പൈസയൊക്കെ ഉള്ള ആൾക്കാരുടെ കൂടെ എന്നും പിന്നാലെ ആൾക്കാരുണ്ടാവും അല്ലേ. ഫ്രണ്ട്സ് അങ്ങനെ നിറഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. എ ഫുൾ പേഴ്സ് നെവർ ലാക്ക് ഫ്രണ്ട്സ്. അതേസമയത്ത് കാശില്ലാത്തവരുടെ കൂടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഈവൻ ഫോർ എ ക്രോ ഇറ്റ്സ് ബേബി ഈസ് പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ്. ഈവൻ ഫോർ എ ക്രോ ഇറ്റ്സ് ബേബി ഈസ് പ്രഷ്യസ്. ഏതൊരാൾക്കും അവരവരുടെ കുഞ്ഞ് എന്താണ്? പ്രഷ്യസ് ആണ് അല്ലേ. അതുപോലെയാണ് കേട്ടോ. ഈവൻ ഫോർ എ ക്രോ ഇറ്റ്സ് ബേബി ഈസ് പ്രഷ്യസ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. ആസ് യു സോ യു റീപ്പ്. വിതച്ചതേ കൊയ്യൂ. എന്താണ്? ആസ് യു സോ യു റീപ്പ് എന്ന് വെച്ചാൽ വിതച്ചതേ കൊയ്യൂ. നമ്മൾ എന്താണോ വിതച്ചത് അതേ കൊയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. ലേ സ്ട്രെസ് ഓൺ എന്ന് വെച്ചാൽ ഊന്നിപ്പറയുക. ലേ സ്ട്രെസ് ഓൺ ഊന്നിപ്പറയുക. ഓക്കെ. എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ്. ഉരുളുന്ന കല്ലിൽ പായൽ പുരുളുമോ എന്നാണ് കേട്ടോ. എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ്. അതായത് ഉരുളുന്ന കല്ലിൽ പായൽ പുരുളില്ല അല്ലേ. പുരുളുമോ ഇല്ല. ഓക്കെ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. ആപത്ത് സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ് എന്ന് വെച്ചാൽ ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. നെക്സ്റ്റ്, എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് വെച്ചാൽ മുറിവൈദ്യൻ ആളെ കൊല്ലും അല്ലെങ്കിൽ അല്പജ്ഞാനം ആപത്ത്. എ ലിറ്റിൽ ഒരല്പം അല്ലേ. നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് വെച്ചാൽ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ലേസി ഷീപ്പ് തിങ്സ് ഇറ്റ്സ് വൂൾ ഈസ് ഹെവി. മടിയൻ മല ചുമക്കും എന്നതാണ് ലേസി ഷീപ്പ് തിങ്സ് ഇറ്റ്സ് വൂൾ ഈസ് ഹെവി എന്ന് പറയുന്നത്. ഓക്കെ. ഹൈവേ മാൻ എന്ന് വെച്ചാൽ പിടിച്ചുപറിക്കാരൻ അല്ലേ. ഹൈവേയിലെ പിടിച്ചുപറിക്കാർ കൂടുതലാണ് അല്ലേ രാത്രികാലങ്ങളിൽ. അങ്ങനെ ആലോചിക്കുക. ഹൈവേ മാൻ എന്ന് വെച്ചാൽ പിടിച്ചുപറിക്കാരൻ. എ ക്രൈയിങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക് എന്ന് വെച്ചാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അല്ലേ. എ ക്രൈയിങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക് എന്ന് വെച്ചാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് എന്ന് വെച്ചാൽ വായ ചക്കര കൈ കൊക്കര. അതായത് നന്നായി സംസാരിച്ച് അവരെ പാട്ടിലാക്കും, പക്ഷേ കൈകൊണ്ട് ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെയുള്ളതാണ് എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത്. വായ ചക്കര കൈ കൊക്കര. നെക്സ്റ്റ്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് വെച്ചാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എന്താ? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് വെച്ചാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ആൻ ഐഡിയൽ മാൻസ് ഹെഡ് ഈസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ്. എന്താണ്? അലസൻ്റെ തല പിശാച്ചിൻ്റെ കരകൗശലശാലയാകും അല്ലേ. അതായത് മിണ്ടാതെ വർക്കൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരാളുടെ തല എപ്പോഴും എന്തായിരിക്കും? പല ചിന്തകൾ വന്ന് ദൂഷിച്ച ചിന്തകളൊക്കെ വരാൻ ചാൻസ് ആണ് അല്ലേ മടിയനായിട്ട് ഇരിക്കുന്ന സമയത്ത്. ആൻ ഐഡിയൽ മാൻസ് ഹെഡ് ഈസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ അലസൻ്റെ തല പിശാച്ചിൻ്റെ കരകൗശലശാലയാണ്. നെക്സ്റ്റ്, ഡ്രോൺ വെൽ സെൽഡം ഡ്രൈ എന്ന് വെച്ചാൽ കോരിയ കിണറ്റിലെ വെള്ളം ഊറും അല്ലേ. എടുക്കും തോറും അതെന്തോ വെള്ളം ഊറി വരും എന്ന് പറയുന്ന പോലെ ഡ്രോൺ വെൽ സെൽഡം ഡ്രൈ. ഓക്കെ. കോരിയ കിണറ്റിലെ വെള്ളം ഊറൂ.
ബോറോവ്ഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ് എന്ന് വെച്ചാൽ ഏച്ചു കൂട്ടിയാൽ മുഴിച്ചിരിക്കും. ഓക്കെ, ബോറോവ്ഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്, ഏച്ചു കൂട്ടിയാൽ മുഴിച്ചിരിക്കും. ഡോണ്ട് കട്ട് യുവർ സ്വീറ്റ് ടു യുവർ ഫേസ് അഥവാ എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത്. ഓക്കെ, ഡോണ്ട് കട്ട് യുവർ സ്വീറ്റ് ടു യുവർ ഫേസ് ഓർ നോസ്. എന്താണ്? എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. കട്ട് നോട്ട് ദ ബോ യു സിറ്റ് അപ്പോൺ, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. ടു ബെൽ ദ കാറ്റ്, പൂച്ചയ്ക്ക് മണി കെട്ടുക. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ മരിക്കുക എന്നതാണ്. ആൻ എംപ്റ്റി മൗത്ത് ക്യാച്ച് നോ ഫ്ലൈസ് എന്ന് പറയുമ്പോൾ മൗനം വിദ്വാനഭൂഷണം, അല്ലെങ്കിൽ അടച്ച വായിൽ ഈച്ച കയറില്ല. അത് തന്നെയാണല്ലേ നമ്മൾ മുന്നേ പറഞ്ഞത്, സൈലൻസ് ഈസ് ഗോൾഡ് അല്ലേ. മൗനം വിദ്വാനഭൂഷണം എന്ന് പറയുന്ന അതേ സെയിം തന്നെ മീനിങ്ങിലുള്ളതാണ് ആൻ എംപ്റ്റി മൗത്ത് ക്യാച്ച് നോ ഫ്ലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലൂ ബ്ലഡ് എന്ന് വെച്ചാൽ ഉന്നത കുലജാതൻ. എന്താണ് ബ്ലൂ ബ്ലഡ് എന്ന് വെച്ചാൽ? ഉന്നത കുലജാതനാണ് ബ്ലൂ ബ്ലഡ്. പ്രോസ് ആൻഡ് കോൺസ്, അനുകൂല പ്രതികൂല വാദങ്ങളാണ് പ്രോസ് ആൻഡ് കോൺസ്. പ്രോസ് ആൻഡ് കോൺസ്, അനുകൂല പ്രതികൂല വാദങ്ങൾ. എ റെഡ് ലെറ്റർ ഡേ എന്ന് വെച്ചാൽ വിശേഷ ദിവസം. എ റെഡ് ലെറ്റർ ഡേ, കലണ്ടറിൽ റെഡ് ലെറ്റർ കാണുന്ന എന്താണ്? വിശേഷ ദിവസങ്ങളാണ് അല്ലേ. എ റെഡ് ലെറ്റർ ഡേ, വിശേഷ ദിവസം. ആപ്പിൾ ഓഫ് ആൻ ഐ, കണ്ണിലുണ്ണി. കണ്ണിലുണ്ണിയെ എങ്ങനെ പറയാം? ആപ്പിൾ ഓഫ് ആൻ ഐ. ആൽഫ ആൻഡ് ഒമേഗ, ആദിയും അന്തവും. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് എന്താ? ആദിയും അന്തവും. ഓക്കെ, അടുത്തത് നോക്കാം. നൈറ്റ് മെയർ എന്ന് വെച്ചാൽ പേടി സ്വപ്നമാണ് കേട്ടോ. രാത്രിയാണല്ലോ പേടി സ്വപ്നങ്ങളൊക്കെ കാണുക. നൈറ്റ് മെയർ, പേടി സ്വപ്നം. ഓക്കെ, ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ്പ് സീ. ഇതിനകത്ത് തന്നെ ഉണ്ട്, ഡെവിൾ ഉണ്ട്, ഡീപ്പ് സീ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ചെകുത്താനും കടലിനും ഇടയ്ക്ക്. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ്പ് സീ എന്ന് വെച്ചാൽ ചെകുത്താനും കടലിനും ഇടയ്ക്ക്. ന്യൂ ബ്രൂംസ് സ്വീപ്പ് ക്ലീൻ എന്ന് വെച്ചാൽ പുത്തനച്ചി പുരപ്പുറം തൂക്കും. ന്യൂ ബ്രൂംസ് സ്വീപ്പ് ക്ലീൻ, പുത്തനച്ചി പുരപ്പുറം തൂക്കും. ആ കാര്യം കല്യാണം കഴിഞ്ഞ എല്ലാ ലേഡീസിനും അറിയാം അല്ലേ. പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എവിടെയൊക്കെ അടിക്കണം വാരണം എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ കിട്ടിയ സ്ഥലമൊക്കെ നമ്മൾ അടിച്ച് വാരും. ആ ഒരു ചിന്താഗതി വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ്, സോർ ഗ്രേപ്സ്, പുളിക്കും മുന്തിരി. സോർ ഗ്രേപ്സ് എന്ന് വെച്ചാൽ പുളിക്കും മുന്തിരി. നെക്സ്റ്റ്, ടു ബി ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത്. ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുക എന്നത് അല്ലേ. അവൻ ജനിച്ചത് വെള്ളിക്കരണ്ടിയുമായിട്ടാണെന്നൊക്കെ പറയണ കേൾക്കാമല്ലോ. ടു ബി ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത് എന്ന് വെച്ചാൽ ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുക, ഭാഗ്യവാൻ. ഓക്കെ, ടു ക്യാച്ച് എ സ്ട്രോ എന്ന് വെച്ചാൽ വൈക്കോൽ തുരുമ്പിൽ പിടിക്കുക. ടു ക്യാച്ച് എ സ്ട്രോ, വൈക്കോൽ തുരുമ്പിൽ പിടിക്കുക. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് വെച്ചാൽ വിലക്കപ്പെട്ട കനി. ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട കനി. ടു നിപ്പ് ഇൻ ദ ബഡ്, മുളയിലെ നുള്ളുക. എന്താണ്? മുളച്ച് വരുമ്പോൾ തന്നെ നുള്ളി മാറ്റുക, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ ഇല്ലാതാക്കുക എന്ന് പറയും. ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന് വെച്ചാൽ മുളയിലെ നുള്ളുക. എ സ്ട്രോം ഇൻ ദ ടീ കപ്പ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. എ സ്ട്രോം ഇൻ ദ ടീ കപ്പ്. ഓക്കെ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ടു സ്പ്ലിറ്റ് ദ ഹെയർസ് എന്ന് വെച്ചാൽ തലനാരിഴ കീറുക. എന്താണ്? ടു സ്പ്ലിറ്റ് ദ ഹെയർസ്, തലനാരിഴ കീറുക. നെക്സ്റ്റ്, ക്രോക്കോഡിൽ ടീയേഴ്സ് എന്ന് വെച്ചാൽ മുതലക്കണ്ണീർ. ക്രോക്കോഡിൽ ടീയേഴ്സ് എന്ന് വെച്ചാൽ മുതലക്കണ്ണീർ. ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്, കായംകുളം വാൾ. ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് എന്ന് വെച്ചാൽ ഇരുതല വാൾ എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് എന്ന് വെച്ചാൽ കായംകുളം വാൾ. കായംകുളം വാളിന് പ്രത്യേകത, രണ്ട് ഭാഗവും മുറിക്കാൻ പറ്റുന്ന, രണ്ട് ഭാഗം മൂർച്ചയുള്ള ഭാഗമാണ്. അതാണ് കായംകുളം വാളിൻ്റെ പ്രത്യേകത കേട്ടോ. അതുകൊണ്ടാണ് ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് എന്ന് പറയുന്നത് കായംകുളം വാൾ. ഓക്കെ, നെക്സ്റ്റ്, എ ഫെയർ നീഡ്സ് നോ പെയിൻറ്റ്, പൊന്നും കുടത്തിന് പൊട്ടു വേണ്ട എന്നാണ്. എ ഫെയർ നീഡ്സ് നോ പെയിൻറ്റ്, പൊന്നും കുടത്തിന് പൊട്ടു വേണ്ട. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ ആണ്. ക്രാക്ക്ഡ് ബെൽ നെവർ സൗണ്ട് വെൽ. ക്രാക്ക്ഡ് ബെൽ നെവർ സൗണ്ട് വെൽ എന്ന് വെച്ചാൽ തകർന്ന മുരളിയിൽ സ്വരമില്ല അല്ലേ. കേടുവന്ന പുല്ലാങ്കുഴലിൽ എന്ത് സൗണ്ട് ഉണ്ടാകുമോ? ഇല്ല. അത് തന്നെയാണ് ക്രാക്ക്ഡ് ബെൽ നെവർ സൗണ്ട് വെൽ, തകർന്ന മുരളിയിൽ സ്വരമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയും പോയിൻറ്റ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കല്ലേ കേട്ടോ. പിന്നെ
മലയാളം പരിഭാഷയിൽ നിന്നും ഇത്രയും കാലം ചോദിച്ചിട്ടുള്ള ആവർത്തിച്ച് PYQ എന്ന് പറയാൻ മാത്രം പോരാ, ആവർത്തന ചോദ്യമാണ് കേട്ടോ. ഒരുപാട് തവണ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് എല്ലാതും പരിചയമുള്ളത് തന്നെയാണ്. ഒന്ന് റീഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്യുക, റിവിഷൻ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.